اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدرك ومقدارك العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക് നൽകുന്ന നിഅമത്തുകൾ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾ പറഞ്ഞ ഏറ്റവും വലിയൊരു നിഅമത്താണ് ഒരു കമാലിയത്തിൻ്റെ ഷെയ്ഖിന് ഒരാൾക്ക് കിട്ടുക എന്നുള്ളത്. ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു അൻവാറുൽ ഖുദ്സിയ്യ പോലത്തെ കിതാബുകളിൽ പറയുന്നുണ്ട്, അല്ലാഹു തആല ഒരുപാട് നിഅമത്തുകൾ മനുഷ്യന്മാർക്ക് നൽകും. അതിൽ അള്ളാഹു നൽകുന്ന നിഅമത്തുകളിൽ വെച്ച് ഏറ്റവും വലിയ നിഅമത്ത് ഒരു കാമിലായ ഒരു മുറബ്ബിയായ ഷെയ്ഖിനെ കണ്ടുമുട്ടുക എന്നുള്ളതാണ്. അവിടെ തന്നെ പറയുന്നുണ്ട് എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം മനുഷ്യന്മാരെ വിചാരം ആകെ അവർക്ക് ഒരു പിതാവുള്ളൂ എന്നാണ്. ഒരു മനുഷ്യന് രണ്ട് പിതാവുണ്ടെന്നാണ്. ഒന്ന് ജസദിൻ്റെ പിതാവും ഒന്ന് റൂഹിൻ്റെ പിതാവും. ജസദിൻ്റെ പിതാവ് ആരാന്നുള്ള എല്ലാവർക്കും അറിയാം. അത് മരണം വരെ അത് അറിയുകയും അങ്ങനെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. എന്നാൽ റൂഹിൻ്റെ പിതാവിനെ ഒരു മനുഷ്യന് കിട്ടുക എന്നുള്ളത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ നിഅമത്താണ്. ഒരു കമാലിയത്തിൻ്റെ ഷെയ്ഖുമായി നമ്മൾ കൈപിടിച്ച് ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊനല്ലാഹ് യദുല്ലാഹി ഫൗക ഐദീഹിം എന്ന് പറയുന്ന ഏറ്റവും സുന്ദരമായ ഒരു ഉടമ്പടി ഒരു ഷെയ്ഖുമായി നമ്മൾ നടത്തുമ്പോൾ അത് റസൂലുള്ളയിലേക്ക് എത്തുന്ന ഒരു സിൽസിലയിലാണ് അവൻ എന്ത് ചെയ്യണത്, പിടിക്കുന്നത്. ആ സിൽസിലയിൽ എത്ര മഹാന്മാരാകുന്ന ആളുകളുണ്ടോ ആ മഹാന്മാരാകുന്ന ആളുകളുമായിട്ടൊക്കെ അവനക്ക് ആത്മീയമായ ടച്ച് ഉണ്ടാവും. അജസ്തു ലക കമാ അജാസന ഷെയ്ഖ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഷെയ്ഖ് എനിക്ക് തന്നതുപോലെ നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നു, ചെല്ലാനുള്ള അനുവാദം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു മുഖദ്ദമോ അല്ലെങ്കിൽ ഒരു ഷെയ്ഖോ നമുക്ക് എന്ത് ചെയ്യുമ്പോൾ അത് ആ ഒരു സിൽസിലയിലേക്ക് നമ്മൾ എത്തിക്കുമ്പോൾ ആ കൈപിടിക്കലോടുകൂടാതെ നേരെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കാണ് എന്ത് ചെയ്യുക, ആ റൂട്ട് ചെന്ന് അവസാനിക്കുക എന്ന് പറഞ്ഞാൽ എത്ര മശായിഖന്മാർ അതിൻ്റെ ഇടയിലുണ്ടോ ആ മശായിഖന്മാരുമായിട്ടൊക്കെ ആത്മീയമായ ബന്ധം അവനക്കുണ്ടാവും. എന്നാൽ ഇവൻ്റെ ഈ ഒരു അമലിൽ ഒരു ഷെയ്ഖുമായി ബന്ധപ്പെട്ട് അവൻ്റെ അമലിൽ ആത്മീയമായ പുരോഗതി വരുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് തന്നെ നേരിട്ട് അവൻ എന്ത് ചെയ്യും, തർബിയത്ത് ചെയ്യുന്നു. റസൂലുള്ള തന്നെ നേരിട്ട് എന്ത് ചെയ്യും, തർബിയത്ത് ചെയ്യും. ഞാനൊരു ഉദാഹരണം പറയാം. ബഹുമാനപ്പെട്ട കുത്തുബു ഷഅറാനി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ബൈനി വ ബൈന റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെയും എൻ്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ഇടയിൽ ഒരൊറ്റാളുള്ളൂ. അല്ല, എൻ്റെയും റസൂലുള്ളാഹിൻ്റെയും ഇടയിൽ റജുലാനി രണ്ടാളാണ്. അപ്പം അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, നിങ്ങളുടെയും നിങ്ങളുടെ റസൂലുള്ളാഹിൻ്റെ ഇടയിൽ രണ്ടാളുള്ളൂ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ പറ്റും? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എൻ്റെ ഷെയ്ഖ് അലിയുൽ ഖവ്വാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെയും ഷെയ്ഖ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം മത്ബൂലി റളിയല്ലാഹു അൻഹു. ഇബ്രാഹിം മത്ബൂലി തങ്ങൾ നേരെ യഖ്ലതൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു.
അപ്പോൾ എൻ്റെയും റസൂലുള്ളാഹിൻ്റെ ഇടയിൽ 2 പേരുള്ളൂ. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബൈനി വ ബൈന റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെയും റസൂലുള്ളാഹിൻ്റെയും ഇടയിൽ റജുലുൻ വാഹിദുൻ, ഒരൊറ്റാളുള്ളൂ, ഒരൊറ്റാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ആരാണത്? ഷെയ്ഖി അലിയുൽ ഖവ്വാസ് റളിയല്ലാഹു അൻഹു. ഇമാം മത്ബൂലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ യഖ്ലത്തിൽ കണ്ടതുപോലെ എൻ്റെ ഷെയ്ഖാകുന്ന അലിയുൽ ഖവ്വാസ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തിട്ടുണ്ട്? റസൂലുള്ളാഹിനെ ഉണർവിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരാളുടെ ആത്മീയമായ പുരോഗതിക്കനുസരിച്ചിട്ട് അള്ളാന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നേരിട്ട് എന്ത് ചെയ്യും? തർബിയത്ത് ചെയ്യും. അത് മനാമിലൂടെയുള്ള തർബിയത്തുണ്ട്, യഖ്ലത്തിലൂടെയുള്ള തർബിയത്തുണ്ട്. യഖ്ലത്ത് തന്നെ ഒരു പ്രാവശ്യം മാത്രം വന്നതുണ്ട്, ആഴ്ചയിൽ വരുന്നതുണ്ട്, മാസങ്ങളിൽ വരുന്നതുണ്ട്, കൊല്ലങ്ങളിൽ വരുന്നതുണ്ട്. ഒരു സെക്കൻഡ് പോലും റുഇയത്ത് മുറിയാത്തതുണ്ട്. ഒരു സെക്കൻഡ് പോലും റുഇയത്ത് അതായത് അവരുടെയും റസൂലുള്ളാഹിൻ്റെയും ഇടയിൽ എന്തില്ല? മറല്ല. എപ്പോഴും റസൂലുള്ളാഹിൻ്റെ ആ ഒരു സുന്ദരമായ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു, ഇമാം മത്ബൂലി റളിയല്ലാഹു അൻഹു, മനസ്സിലാണ്ടോ? അതുപോലെ യൂസുഫ് നസാജി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു. അവരൊക്കെ സദാസമയവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു അറബി റളിയല്ലാഹു അൻഹു ഞാനാണ് ഖത്മുൽ വിലായത്തുള്ള ആൾ എന്ന് വാദിച്ചിരുന്നു. ഖത്മുൽ വിലായത്തുള്ള ആൾ ഞാനാണെന്ന് വാദിച്ചിരുന്നു. ആര്? ഇബ്നു അറബി റളിയല്ലാഹു അൻഹു. പക്ഷെ പിന്നീട് മുമ്പർക്ക് മനസ്സിലായി അതെന്തല്ല, ഞാനല്ല. പിൽക്കാലത്ത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ടവരെ പോലത്തെ ആൾക്കാർ പറഞ്ഞു, അത് വരാൻ പോകുന്നത് ഇവിടെ അല്ല, മഗ്രിബിലാണ്, മൊറോക്കോയിലാണ് ആ മഹാൻ വഫാത്താകുക. അദ്ദേഹത്തിനെ വിളിക്കുന്നത് അബുൽ അബ്ബാസ് എന്നായിരിക്കും. അദ്ദേഹത്തിൻ്റെ നിറം ഇന്ന രൂപത്തിലാണ്, മനസ്സിലാവുണ്ടോ? അദ്ദേഹം വഫാത്താകുന്ന ഇന്ന സ്ഥലം ഇന്ന സ്ഥലത്തായിരിക്കും, അദ്ദേഹം ജനിക്കുന്നത് ഇന്ന സ്ഥലത്തായിരിക്കും. അതുപോലെ വന്നത് ബഹുമാനപ്പെട്ട അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു ജീവിതത്തിലാണ് അങ്ങനെ വന്നത്. അപ്പോൾ ഖത്മുൽ വിലായത്തുള്ള ഒരു മഹാനുമായി ആത്മീയമായി ഇടപെടാനുള്ള ഒരു തൗഫീഖ് ഉണ്ടാകുക എന്നുള്ളത് അള്ളാഹു നൽകുന്ന, നേരത്തെ പറഞ്ഞ നിഅമത്ത് പോലല്ല, അത് നിഅമത്തുൻ ഉളുമയാണ്. ആ നിഅമത്തുൻ ഉളുമ ഒരാൾക്ക് അള്ളാഹു തആല നൽകിയിട്ട് അത് ഒരാൾക്ക് മുതലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെക്കാൾ വലിയ പരാജിതൻ എന്തില്ല, വേറല്ല. ഇപ്പം അള്ളാന്റെ റസൂൽ ഉണ്ടായിട്ട് അബൂജഹലിലേക്ക് റസൂലുള്ളാഹിന്റെ പവർ മനസ്സിലായില്ല. ഇത്ര ഭാഗ്യം കെട്ട ആൾ വേറുണ്ടോ? എന്നാൽ അബൂജഹലിന് നുതുഫത്തിലുണ്ടാകുന്ന ഇക്രിമത്ത് ബിൻ അബൂജഹലിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. വാപ്പ റസൂലുള്ളാഹിന്റെ അയൽവാസിയാണ്, റസൂലുള്ളാഹിന്റെ കൂടെയുള്ള ആളാണ്. പക്ഷേ റസൂലുള്ളാഹിനെ ഈഗോ പ്രശ്നം കാരണം എന്ത് ചെയ്തില്ല? റസൂലുള്ളാഹിനെ അംഗീകരിച്ചില്ല. പക്ഷേ അബൂജഹലിന്റെ നുതുഫത്തിൽ നിന്നുണ്ടായ ഇക്രിമ എന്ന് പറയുന്ന മകൻ സ്വഹാബിയായി മാറി. അപ്പോൾ റസൂലുള്ളാഹി എന്ന് പറയുന്ന ലോകത്തിൽ ഏറ്റവും ഉന്നതമായ നിഅമത്ത് മുമ്പിൽ വന്നിട്ട് പോലും പല ആളുകൾക്കും എന്ത് ചെയ്തില്ല? അതിന് ഭാഗ്യമുണ്ടായില്ല. പല ആളുകൾക്കും എന്തില്ല? അതിന് തൗഫീഖ് ഉണ്ട്. പല ആളുകൾക്കും എന്തുണ്ടായില്ല? തൗഫീഖ് ഉണ്ടായില്ല. ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഒരുപാട് യുദ്ധങ്ങളിൽ പരിശുദ്ധ ഇസ്ലാമിനെതിരെ പോരാടിയ ആളാണ്. ആര്? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. ഒരുപാട് കാലം കഴിഞ്ഞിട്ട് മുസ്ലിമായ ആളാണ്. ആര്? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. പക്ഷേ അവസാനം ആ നിഅമത്തുൻ ഉളുമ എന്താണെന്ന് എന്ത് ചെയ്തു? ആരാ ഖാലിദ് വലീദ് റളിയല്ലാഹു അൻഹു? റോമിലേക്ക് കുറേ സൈന്യങ്ങളെ പറഞ്ഞയച്ചു. എന്നിട്ട് രാജാവിനോട് പറഞ്ഞു, ഞാൻ കുറച്ച് ആൾക്കാരെ പറഞ്ഞയക്കുന്നുണ്ട്, അവർക്ക് ജീവിതവും മരണവും ഒരുപോലെയാണ്. ജീവിതവും മരണവും ഒരുപോലെയുള്ള കുറച്ച് ആൾക്കാരെ എന്ത് ചെയ്യണത്? ഞാൻ പറഞ്ഞേക്കണത്. അതുകൊണ്ട് നല്ലോണം ഓർത്ത് സംസാരിച്ചോളി. അവർക്ക് ജീവിച്ചാലും കുഴപ്പമില്ല, മരിച്ചാലും കുഴപ്പമില്ല. പിന്നെ ഇസ്ലാമിൻ്റെ സൈന്യാധിപൻ എന്ന് പറയുന്ന ഉന്നതമായ പദവിയിലേക്ക് ബഹുമാനപ്പെട്ടവരെത്തി. അപ്പം ആ നിഅമത്തുൻ ഉളുമ ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയ തൗഫീഖ് തന്നെയാണ്. ആ തൗഫീഖ് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു യഥാർത്ഥ ബുദ്ധിമാന്റെ ലക്ഷണം. ബഹുമാനപ്പെട്ട അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു ശവ്വാൽ 17 വ്യാഴാഴ്ച, വ്യാഴാഴ്ച
പിന്നെ ബഹുമാനപ്പെട്ടവർ 80-ാമത്തെ വയസ്സിൽ അല്ലേ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബഹുമാനപ്പെട്ടവർ 80-ാമത്തെ വയസ്സിൽ ബഹുമാനപ്പെട്ട റൂമിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടുത്തെ മുരീദന്മാരോടൊക്കെ പറഞ്ഞു, എല്ലാവരും ഇവിടുന്ന് പോകണം. അള്ളാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഖുലഫാഉർ റാഷിദുകളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്, എല്ലാവരും പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞ് ആ ഒരു ഏറ്റവും സുന്ദരമായ ഒരു സദസ്സിൽ വെച്ചിട്ടാണ് ബഹുമാനപ്പെട്ട അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞത്. അപ്പം അദ്ദേഹത്തിൻ്റെ മുരീദന്മാർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ബഹുമാനപ്പെട്ടവർ എന്ത് ചെയ്തിട്ടുണ്ട്? വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എൻ്റെ ലിവാഇൻ്റെ ചുവട്ടിലായിരിക്കുമെന്നുള്ള ഏറ്റവും വലിയ ഉറപ്പ് ബഹുമാനപ്പെട്ട നമുക്ക് തന്നിട്ടുണ്ട്. ആ നിഅമത്ത് പരമാവധി ഉപയോഗപ്പെടുത്തുന്നവനാണ് ബുദ്ധിമാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിഅമത്ത് നമുക്ക് ലഭിച്ചു, അത് ഇനി മരണം വരെ കൊണ്ടു നടക്കാനും ബഹുമാനപ്പെട്ടവരുടെ തർബിയത്തിലായി ഖദമിലായി ജീവിച്ച് മരിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഷെയ്ഖുൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞ ഫത്ഹുൽ അക്ബർ എന്ന് പറഞ്ഞ ആ സുന്ദരമായ ബഹുമാനപ്പെട്ട അഹ്മദ് തിജാനി തങ്ങൾ റസൂലുള്ളാഹിനെ യഖ്ലത്തിൽ കണ്ടതുപോലെ നമുക്കും റസൂലുള്ളാഹിനെ യഖ്ലത്തിൽ കാണാൻ കഴിയണം. അതിനു വേണ്ടിയുള്ള അമലുകളാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.